തുണ്ടാണു കണ്ടതയ്യ, ചക്കരത്തുണ്ടാണു കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ കല്യാണ നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീല കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണു കണ്ടതയ്യ. ഞാൻ ഈ പാട്ടിവിടെ പാടാനൊരു കാരണമുണ്ട്. എൻ്റെ വീട്ടുകാർ കോൺഗ്രസ്സുകാരാണ്. ഞാൻ ആ പാട്ട് പാടിയത് നിങ്ങളെ പറ്റിയാണ്. സത്യത്തിൽ നിങ്ങളെ സ്നേഹം അനുഭവിച്ച സത്യത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വീട്ടുകാരെല്ലാം ഈ LDFകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീകരന്മാരായിട്ടും ഈ അരിവാൾ ചുറ്റിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് എൻ്റെ മനസ്സിലിരുന്നത്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴാണ് സത്യത്തിൽ നിങ്ങൾ നല്ല പച്ച മനുഷ്യരാണെന്നും, അതായത് എന്താ പറയുക, ഒരു കാപട്യമില്ലാത്ത മനുഷ്യരാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റ് പാർട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാരറിയും കാര്യങ്ങളൊക്കെ. എനിക്ക് ഈ ഒരു സ്ഥാനം കിട്ടിയപ്പോഴും നമ്മുടെ ചുറ്റും നമ്മളെക്കാൾ കഴിവുള്ളവരൊക്കെ ഉണ്ടായിട്ടും എന്നോട് യാതൊരു തരത്തിലുള്ള ഒരു പിണക്കമോ ഉദ്ദേശമോ കാണിക്കാൻ എന്നെ ഒപ്പം നിർത്തിയ ഒരു സഹോദരിയെ പോലെ, മകളെ പോലെയൊക്കെ നിർത്തിയ ഒരു സ്നേഹം എനിക്ക് വളരെയധികം എൻ്റെ മനസ്സ് നിറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെപ്പറ്റി പാടിയ പാട്ടാണത്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, അത് നിങ്ങളത് ഏറ്റെടുക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട മധുവിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ വളരെ വിനീത. ജില്ലാ പഞ്ചായത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാളപ്പള്ളി പഞ്ചായത്ത് മാസം കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ ഇലക്ഷൻ വരും. മെയ് മാസത്തിലേക്ക് നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവും. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ ഭരണം കേരളത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് ഇപ്പം നടക്കുന്നത്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ നമുക്ക് ജയിച്ച് കയറണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിനുശേഷം മുഖ്യമന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു, അങ്ങ് അധികാരത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയായല്ലോ, ആ 18 മാസത്തെ കുടിശ്ശിക കയ്യിൽ മേടിച്ച് എണ്ണി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് നൽകും, നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം തരും, ഇതെല്ലാം ഈ ഗവൺമെൻറ് ചെയ്തു തരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അടങ്ങിയിരുന്നില്ല. ഡോക്ടർമാരെയും നേഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകർ. നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട പ്രീതിയെ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരിയായിരുന്നു. ഇന്ന് ആര്യ രാജേന്ദ്രൻ ലോകത്താകെ ഇപ്പം ന്യൂയോർക്ക് മേയർ വരെ ആര്യ രാജേന്ദ്രനെ വിളിക്കുക. അതൊരു ചെറുപ്പക്കാരിയായിരുന്നു. അതേപോലെ തന്നെ പ്രീതിയെ നമ്മൾ ഒരു ചെറുപ്പക്കാരിയെ ഈ ജില്ലാ ഡിവിഷനിലേക്ക് നമ്മൾ അഭിമാനത്തോടു കൂടി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കറിയാം, സാധാരണ നമ്മൾ ഒരുപാട് കാലങ്ങളായി, എൻ്റെ ഒരു 10-18 വയസ്സുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതാണ്. 1980 ഇന്നലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, വെറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇവിടെ പ്രായമുള്ളവർക്കൊക്കെ അന്ന് തൊട്ട് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകനായി, ഒരു സാധാരണ പ്രവർത്തകനായി, ബൂത്ത് സെക്രട്ടറിയായി, അല്ലെങ്കിൽ വാർഡിന്റെ ചുമതലയായി, അങ്ങനെ പ്രവർത്തിച്ച പഞ്ചായത്ത് സെക്രട്ടറിയായി അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ 2025 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറെ ആത്മവിശ്വാസത്തോടെയും, എന്നൊക്കെ നമുക്ക് വലിയ ആശങ്കയുണ്ട്, എങ്ങനെയാവും നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുമോ, നമ്മുടെ മുന്നണി ജയിക്കുമോ. ഏതാ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറെ ആത്മവിശ്വാസത്തോടും ഏറെ അഭിമാനത്തോടും ഏറെ ധൈര്യത്തോടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത്. എന്താ അങ്ങനെ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം ലഭിക്കുന്നത്? 18 മാസം കുടിശ്ശിക, അത് വർദ്ധിപ്പിച്ചതും വർദ്ധിപ്പിക്കാത്തതും ഒരുപോലെ തന്നെയാണ്. അപ്പൊ 2016 അധികാരത്തിൽ വന്നപ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി, ഈ പെൻഷൻ ഞങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും. എങ്ങനെ വിതരണം ചെയ്യും? അത് ഞങ്ങൾ വീടുകളിൽ എത്തിക്കും. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇത് വീടുകളിൽ എത്തിക്കും. വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആവശ്യമുള്ളവർക്ക് വീടുകളിൽ, അല്ലാത്തവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ. നമ്മുടെ ജിബി ഉണ്ട്, ജിബി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം നിൽക്കുന്നതാണ്. നിങ്ങൾ നാളെ മുതൽ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ റേഷൻ കാർഡിന്റെ നമ്പരും അവരുടെ പേരും അഡ്രസ്സും എല്ലാം ഡയറിയെ കുറിച്ച് അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പോകും. നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം
ഇവിടെ അടുത്ത ദിവസമുണ്ട്. ആ സ്ഥാനാർത്ഥി പര്യടനത്തിൽ നമുക്കറിയാം വിശാലമായ ഒരു മേഖലയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും. സോബിച്ചൻ പിന്നെ എല്ലാ ദിവസവും ഇതിനു മുമ്പ് നിങ്ങളുടെ ഇരിക്കൽ വരുവാൻ നമ്മുടെ എല്ലാ വീടുകളിലും വരും. നാളെയും സോബിച്ചന് വന്ന് കയറാൻ പറ്റും. പക്ഷേ ഹാരാർപ്പണം അണിയിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി മഞ്ജു ജിബി ക്ഷണിച്ചു പോകുന്നു. പ്രീതി എൽസ ജേക്കബിനെ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി മഞ്ജു ജിബിയെ ക്ഷണിക്കുന്നു. അധികം മുഖവിലയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാൻ തോട്ടിലേക്ക് ഇരിക്കുകയാണ്. എൻ്റെ പേര് പ്രീതി എൽസ ജേക്കബ്. ഞാൻ താമസിക്കുന്ന കൈതപ്പാലത്താണ്, സ്വദേശം തോട്ടയ്ക്കാട്. ഞാൻ BM കൊത്തപ്പുറം സ്കൂളിൽ പഠിച്ചാണ്. ബിരുദധാരിയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും. സൈക്കോളജി എടുത്ത് MSW ആ ഒരു രീതിയിൽ പൊതുപ്രവർത്തനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അത് ചില സന്തോഷമായി സാധിച്ചില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചത്. പൊതുപ്രവർത്തനം, പൊതുസേന എന്നുള്ളത് എനിക്ക് വളരെ തീവ്രമായ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ എനിക്ക് സാധിച്ചത്. അപ്പം മനസ്സ് തുറന്ന് ഒരാൾക്ക് ചിരിക്കാൻ സാധിക്കുന്ന, ഒരാൾക്ക് പ്രതീക്ഷ വരുമ്പോഴും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോഴാണ്. അപ്പം ഞാൻ പറയുന്നു, ചിരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് തുറന്ന് എത്രത്തോളം ചിരിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം എല്ലാവർക്കും ഒരു നെടുവീർപ്പുകളിലൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി ഇരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ മനസ്സ് തുറന്ന് മനസ്സിലും അകത്തും പുറത്തും ചിരിക്കാൻ സാധിക്കണം മനുഷ്യന്. അപ്പം അതിനുവേണ്ടി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്യാൻ എൻ്റെ കൈകൾക്കും കരുത്ത് നൽകാൻ നിങ്ങളുടെ എല്ലാവരുടെയും കരുത്താർന്ന ഒരു സപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ച് വിജയത്തിലേക്ക് ആനയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചാൽ നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട്, നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ ശബ്ദമായി മുഴങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സഖാവ് MN മധു അവരുകളെ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി KS പ്രഭാകരൻ അവരുകളെ ക്ഷണിച്ചു പോകുന്നു. സ്ഥാനാർത്ഥി നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് പദവിയിൽ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രവാസികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ പോയൊരു ജില്ലയിൽ മത്സരിക്കുന്ന പ്രീതി എൽസ ജേക്കബിനെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലും ബ്ലോക്കിൽ മത്സരിക്കുന്ന NN മധു 2 ചിഹ്നത്തിലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതിന് കാരണം ഈ ഡിസംബർ 9-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പണിയിക്കാവുന്നതാണ്. ജിന്ദാബാദ്